ശ്രീ ജ്യോതിലാൽ, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പവർ ഡിപ്പാർട്ട്മെന്റ്, കേരള. ശ്രീ ഭൂവീന്ദ്ര സിംഗ് ബല്ല, മഹാവീർ സിംഗ് സിംഗ്വി, ശ്രീ ഫ്രാങ്ക് മില്ലറ്റ്, ശ്രീ പങ്കജ് കുമാർ, MDUP പവർ കോർപ്പറേഷൻ ആൻഡ് ക്രൈമേഴ്സ്, ശ്രീ ബിജു പ്രഭാകരൻ, CMD KSEBL, നരേന്ദ്രനാഥ് വെല്ലൂരി, CO അനർട്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സാങ്കേതിക വിദഗ്ധന്മാർ, വ്യവസായ പ്രമുഖർ, പാനലിസ്റ്റുകൾ, പ്രഭാഷകർ, പ്രതിനിധികളെ. ലോകമെമ്പാടും എന്ന പോലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ കേരളവും നേരിടുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 20% മുതൽ 25% വരെ മാത്രമാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നത്. മാത്രമല്ല, വൈദ്യുതി ഉപയോഗത്തിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് 12% വർധനയാണ്. ഇത്തരത്തിൽ ദേശീയ ശരാശരിയേക്കാൾ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിന്റെ വർധനവ് രേഖപ്പെടുത്തുന്നത് സംസ്ഥാനത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന നിലയിലെത്തിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ബാധിക്കാതെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിൽ നിന്നും ഗ്രീൻ ഹൈഡ്രജനിൽ നിന്നുമുള്ള വർദ്ധിച്ച ഉൽപാദനം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നിരവധി നൂതന പരിപാടികൾ ആവിഷ്കരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും കേരളം മുൻപന്തിയിലാണ്. വൻകിട പദ്ധതികൾ പരിമിതമാണെങ്കിലും മേൽക്കൂരയിലെ സോളാർ സംവിധാനങ്ങളിൽ നിന്നുള്ള വികേന്ദ്രീകൃത വൈദ്യുതി ഉൽപ്പാദനത്തിൽ കേരളം മുൻപന്തിയിലാണ്. ഈ പരിപാടിയിൽ പൊതുജനങ്ങളുടെ ഗണ്യമായ പങ്കാളിത്തവുമുണ്ട്. ഭാവിയിൽ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം മനസ്സിലാക്കി ആളുകൾ സ്വയം മുന്നോട്ട് വന്ന് അവലംബിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും പൂർണ്ണമായും സൗജന്യമായി സൗരോർജ്ജ പ്ലാന്റുകൾ നൽകുക എന്നതാണ് കേരള സർക്കാരിന്റെ പ്രധാന പദ്ധതിയാണ്. കാർഷിക പമ്പുകളുടെ സോളറൈസേഷനും പൂർണ്ണ സർക്കാർ പിന്തുണയോടെ വികേന്ദ്രീകൃത രീതിയിൽ വലിയ തോതിൽ നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ സൗജന്യ വൈദ്യുതി വിതരണം കുറയ്ക്കുന്നതിനൊപ്പം കർഷകർക്ക് അധിക വരുമാനം നൽകുന്നതിൽ അധിക നേട്ടവും ഈ പദ്ധതിക്കുണ്ട്. പൂർണ്ണമായും സൗരോർജ്ജ നിലയത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ വിമാനത്താവളം കൊച്ചിയിലാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ മിക്കവാറും എല്ലാ സർക്കാർ കെട്ടിടങ്ങളും സൗരോർജ്ജ നിലയത്തിലാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതിവാഹന ഉപയോഗത്തിലും കേരളം മുൻപന്തിയിലാണ്. ജലാശയത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേരളം അടുത്തിടെ പുറത്തിറക്കിയിട്ടുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ചില വലിയ സൗരോർജ്ജ പദ്ധതികൾ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാറ്റാടി വൈദ്യുതി പദ്ധതികളും പരിഗണനയിലാണ്. ഗ്രീൻ ഹൈഡ്രജൻ നയത്തിന്റെ രൂപീകരണം അവസാന ഘട്ടത്തിലാണ്. കേരളം പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. സൗരോർജ്ജം, ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളും ബാറ്ററി സംഭരണം പോലുള്ള സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുന്ന ഒരു സമഗ്ര ഊർജ്ജ നയത്തിനും സർക്കാർ അന്തിമരൂപം നൽകി വരികയാണ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ ഹൈഡ്രജൻ വാലി പദ്ധതി നടപ്പിലാക്കുന്നതിന് അനർട്ടിന്റെ നേതൃത്വത്തിൽ കമ്പനി ആക്ട് 2003 സെക്ഷൻ 8 പ്രകാരം ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ കേരള എന്ന പേരിൽ ഒരു പ്രത്യേക ഉദ്ദേശ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സർക്കാർ അനുമതി നൽകി. ജലലഭ്യത, പുനരുപയോഗ ഊർജ്ജ സാധ്യത, വലിയ തുറമുഖങ്ങൾ എന്നീ മേഖലകളിൽ കേരളത്തിന്റെ സവിശേഷമായ നേട്ടങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനം, ആഭ്യന്തര ഉപയോഗം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രീൻ ഹൈഡ്രജൻ നയം വഴി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ ഗതാഗത മേഖലയിലെ പൈലറ്റ് പദ്ധതികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ മൂല്യശൃംഖലയുടെ എല്ലാ വശങ്ങളിലും പൈലറ്റുമാരുള്ള ഹൈഡ്രജൻ വാലിക്കും ഉടൻ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആഗോള ഹൈഡ്രജൻ പുനരുപയോഗ ഊർജ്ജ ഉച്ചകോടി വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആശയവിനിമയത്തിൽ കേരളത്തിലെ ശുദ്ധമായ ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.